ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. ഒരു നാട്ടിൻപുറത്ത് ഒരു വൈകുന്നേരം അവിടെ നാട്ടുകാരൊക്കെ ചുറ്റും കൂടിയിരുന്ന നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവിടേക്ക് ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ആ ജംഗ്ഷന്റെ അപ്പുറത്തെ അമ്മൂമ്മയില്ലേ, അവർ 3 കാക്കയെ ഛർദ്ദിച്ചു. അപ്പൊ കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. 3 കാക്കയെ ഛർദ്ദിച്ചോ? നിങ്ങളോട് ഇതാരാ പറഞ്ഞത്? അത് എന്നോട് എന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്. എന്നാൽ ആ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ആ സുഹൃത്തിനെ കാണാൻ പോയി. അപ്പൊ അയാൾ പറഞ്ഞു, 3 കാക്കയില്ല, 2 കാക്കയാണ് ഛർദ്ദിച്ചതെന്ന്. അപ്പൊ പറഞ്ഞു, അത് നിങ്ങളോട് ആരാ പറഞ്ഞത്? എല്ലാവർക്കും പിന്നെ കാക്കയെ ഛർദ്ദിച്ചെന്ന് കേട്ടപ്പോ എല്ലാവർക്കും ആശ്ചര്യമായി. അപ്പൊ പറഞ്ഞു, ആ വീടിന്റെ അടുത്തുള്ള അമ്മൂമ്മയുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസിയാണ് പറഞ്ഞത്. അങ്ങനെ അവരെല്ലാരും കൂടി അയൽവാസിയെ കാണാൻ പോയി. അപ്പൊ അയാൾ പറഞ്ഞു, 2 കാക്കയിൽ 1 കാക്കയാണ് ഛർദ്ദിച്ചതെന്ന്. പിന്നെയും എല്ലാവർക്കും ആശ്ചര്യമായി. എന്തായാലും കാക്കയാണല്ലോ ഛർദ്ദിച്ചത്. അപ്പൊ ചോദിച്ചു, അമ്മൂമ്മയുടെ വീട് എവിടെയാണ്? അപ്പൊ അതാ ആ വളവിനപ്പുറത്താണെന്ന്. അങ്ങനെ എല്ലാവരും കൂടി അമ്മൂമ്മയെ കാണാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു, കാക്കയില്ല, ഞാൻ രാവിലെ കറുത്തത് എന്തോ ആണ് ഛർദ്ദിച്ചത്. അതിവിടെ വന്ന് ആരടുത്തോ പറഞ്ഞു, അത് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെയായോ ദൈവമേ എന്ന് അവർ ആശ്ചര്യപ്പെട്ടു. ഇതുപോലെയല്ലേ നമ്മുടെ കാര്യവും. നമ്മളെപ്പറ്റി അറിയാത്തവർ നമ്മെ കുറിച്ച് എന്തും പറയും. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞു നടക്കുന്നത്. അതിന്റെയൊക്കെ പുറകെ പോയി നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നതിന് പകരം നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി, നമ്മുടെ നേട്ടങ്ങൾക്കായി ആ സമയം ചെലവഴിച്ചു നോക്കൂ. നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയുന്നത് കാണാം. എല്ലാവർക്കും സന്തോഷം, സമാധാനം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.